வாழ்க வையகம், வாழ்க வையகம், வாழ்க വളമുടൻ. യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം, അധ്യായം 7, ഭാഗം 3. സസ്യങ്ങൾക്ക് വേദന അനുഭവപ്പെടുമോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നതിന് മുന്നോടിയായി സസ്യജാലങ്ങൾ എങ്ങനെ ഭൂമുഖത്ത് പിറവിയെടുത്തു എന്ന് നോക്കാം. പ്രാചീന കാലഘട്ടത്തിൽ ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഏകകോശ ജീവികളുടെ സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെട്ടു എന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. ഏകകോശ ജീവികൾ ബഹുകോശ ജീവികളുടെ രൂപാന്തരത്തിലേക്ക് വഴി തുറന്നു. 270 കോടിയിൽ പരം വർഷങ്ങളുടെ പ്രായമാണ് ശാസ്ത്രകാരന്മാർ ഭൂമിക്ക് ഗണിച്ചു നൽകിയിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവന്റെ ആദ്യ കണം ഭൂമിയിൽ മുളപൊട്ടി. ആ കാലയളവിന്റെ സഞ്ചാരത്തിനൊടുവിൽ ഭൂമി ജൈവ വൈവിധ്യങ്ങളുടെ ഒരു മഹാശേഖരമായി മാറി. ഭൂമിയുടെ ഓരോ മേഖലയും സസ്യജന്തുജാലങ്ങൾക്ക് ആവാസ കേന്ദ്രമായി. ജീവജാലങ്ങളും അതിജീവീയ ഘടകങ്ങളും ഇവിടെ സമരസപ്പെട്ട് കഴിഞ്ഞു വന്നു. എപ്പോൾ ഘനദ്രവ്യം, ദ്രാവകം, താപം, വായു, ഊർജം എന്നിവ സംയോജിക്കുന്നുവോ അപ്പോൾ സ്വയം പ്രേരിതമായി അവയുടെ ചംക്രമണം പദാർത്ഥത്തിൽ സംഭവിക്കുന്നു. അതിസൂക്ഷ്മമായ ഏകകോശ ജീവികളിൽ വരെ ഈ ചംക്രമണം അനുക്രമമായി നടക്കുന്നുണ്ട്. കോശത്തിൽ പ്രത്യേക രീതിയിലുള്ള ജീവരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നിലനിർത്തപ്പെടുന്നു. ഒരു കോശത്തെ ഒരു സൂക്ഷ്മജീവിയായി തന്നെ കണക്കാക്കാവുന്നതാണ്. അതിലെ തന്മാത്രകളും പരമാണുക്കളും കൃത്യമായി ധ്രുവാഭിമുഖത്വത്തോടെ അടുക്കപ്പെട്ടതാണ്. കോശത്തിൽ ജീവകാന്ത ശക്തിയുടെ സമ്പൂർണ്ണ പ്രവാഹ പരിക്രമണമുള്ളതിനാൽ ആ കോശത്തിന് ചൈതന്യം കൈവരുന്നു. അത് സചേതനമായി തീരുന്നു. ഈ ചേതന കോശത്തിലുള്ള ഊർജത്തിൽ നിന്ന് അഥവാ പ്രാണനിൽ നിന്ന് ലഭ്യമാക്കപ്പെട്ടതാണ്. ഇത്തരം ജീവകോശങ്ങൾ അനുക്രമമായി തട്ടുകളായും പാളികളായും അടുക്കപ്പെടുമ്പോൾ അതൊരു സസ്യമായി മാറുന്നു. ഒരേയൊരു ഇന്ദ്രിയം മാത്രമുള്ള സസ്യജീവന് സ്പർശ പ്രേരണയുണ്ട്. സസ്യത്തിന് പ്രാണനും ഇന്ദ്രിയബോധവും ഉണ്ടെന്നർത്ഥം. കോശങ്ങളും അവയ്ക്കുള്ളിലെ 4 പ്രവാഹങ്ങളും സാധാരണ രീതിയിൽ താളക്രമത്തോടെ പ്രവർത്തിക്കുമ്പോൾ സുഖപ്രദമായ ഒരു വികാരം മറ്റു ജീവജാലങ്ങളെ പോലെ സസ്യങ്ങൾക്കും അനുഭവപ്പെടും. ചംക്രമണത്തിനിടയിൽ പ്രാണശക്തിക്ക് ഹ്രസ്വപരിവാഹം സംഭവിക്കുമ്പോൾ വേദന എന്ന വികാരവും അനുഭവവേദ്യമാകും. സസ്യജീവൻ മറ്റു ജന്തുജാലങ്ങൾ പോലെ സുഖത്തിനും വേദനയ്ക്കും പാത്രമാണ്. എങ്കിലും മറ്റു ജീവജാലങ്ങളിൽ നിന്ന് സസ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സസ്യത്തിൻ്റെ അസ്തിത്വം വേരുകൾ വഴി ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ അവയിലെ ജീവകാന്ത പ്രവാഹത്തിന് സംഭവിക്കുന്ന തകരാറുകൾ ഉടനടി സമീകരിക്കപ്പെടും. സസ്യജീവനിൽ വന്നേക്കാവുന്ന ഏത് ഹ്രസ്വപരിവാഹവും ക്രമഭഞ്ജനവും ഭൗമകാന്തിക ശക്തി ആഗിരണം ചെയ്യുന്നതിനാലാണിത്. സസ്യങ്ങളും ഭൂമിയുടെ വിളകൾ തന്നെയാണ്. അവയിൽ വളർച്ചയും കോശവർദ്ധനവും മറ്റു ജീവജാലങ്ങളിലേതുപോലെ തന്നെയാണെങ്കിലും സംവേദന തലം വ്യത്യസ്തമാണ്. മൃഗങ്ങളിലെ ശരീരത്തിലെ തലമുടിയോടും നഖങ്ങളോടും അവയെ ഉപമിക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് മുടിയോ നഖമോ മുറിച്ചു മാറ്റുമ്പോൾ വേദന അനുഭവപ്പെടാത്തതുപോലെ വൃക്ഷശാഖകൾ മാറ്റുമ്പോൾ വൃക്ഷത്തിന് വേദന അനുഭവപ്പെടുകയില്ല. വൃക്ഷങ്ങൾ വംശവർദ്ധനവിനായി അതിൻ്റെ നൈരന്തര്യത്തിനായി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രസ്തുത വിത്തുകൾ യഥാസമയം മണ്ണിൽ വീണ് ജലാംശം അതിലേക്ക് എത്തുന്നതോടെ പൊട്ടിമുളയ്ക്കുകയായി. വിത്തിൽ ജീവചൈതന്യം പ്രാണൻ അടങ്ങിയിരിക്കുന്നത് മൂലമാണ് അത് കിളിർക്കുന്നതും അതിൽ നിന്ന് വൃക്ഷത്തിന് സമാനമായ മറ്റൊരു വൃക്ഷം വലുതായി വരുന്നതും. വിത്തിനുള്ളിൽ ജീവാംശം, മൂലപ്രാണൻ എന്നിവ സദാ വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്കടിയിൽ നിക്ഷേപിക്കുന്ന വിത്ത് ആഗിരണം ചെയ്യുന്ന ജലാംശം സൂര്യതാപത്താൽ ബാഷ്പമായി ഭൗമോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്നു. അതുകൊണ്ടാണ് വിത്ത് മുളപൊട്ടി പുറത്തു വന്ന് ചെടിയായി മുകളിലേക്ക് വളരുന്നത്. നമ്മുടെ പ്രിയ ഭൂമി ജൈവ വൈവിധ്യങ്ങളുടെ മഹത്തായ ഒരു ഭണ്ഡാരമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിനൊടുവിലാണ് ഭൂമി സസ്യജന്തുജാലങ്ങളുടെ സന്തുലിതമായ ഒരു അഭയകേന്ദ്രമായി മാറിയത്. സസ്യജന്തുജാലങ്ങളും അജീവീയ ഘടകങ്ങളും ഇവിടെ സമരസത്തോടെ പുലർന്നു വരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനമനുസരിച്ച് 3.5 ലക്ഷം സസ്യവർഗങ്ങളും ഏകകോശ ജീവിയായ
പ്രോട്ടോസോവയടക്കം 11 ദശലക്ഷം ജന്തുവർഗ്ഗങ്ങളും ഈ ഭൂമുഖത്തുണ്ട്. ഇതൊരു ഏകദേശ അനുമാനം മാത്രം. സ്പീഷ്യസ് എന്ന പദം അർത്ഥമാക്കുന്നത് പ്രത്യേക ഗുണത്തെയും പരിച്ഛിന്നത്തെയുമാണ്. സ്പെസിഫിക് എന്ന പദത്തിൽ നിന്നാണ് സ്പീഷ്യസ് എന്ന ഉൽപ്പന്ന ശബ്ദമുണ്ടായത്. ഇത് സൂചിപ്പിക്കുന്നത് അന്തർബോധത്തിൻ്റെ അഥവാ ആത്മപ്രബുദ്ധതയുടെ നിയതമായ പ്രവർത്തനത്തെയാണ്. അന്തർബോധം മൂലപ്രാണൻ ഭൂമുഖത്തെ ഓരോ പദാർത്ഥത്തിലും ഓരോ അണുവിലും പരിച്ഛിന്നമായി സൂക്ഷ്മതയോടെ ക്രമാനുഗതമായി നിർദ്ദിഷ്ട സംവിധാന ശൈലിയോടെ പ്രവർത്തിക്കുന്നു. എപ്പോൾ ഒരു പ്രവർത്തനം ഉദ്ദിഷ്ടത, സൂക്ഷ്മത, ക്രമാനുസൃതത്വം എന്നീ 3 തത്വങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നുവോ അപ്പോൾ നാം അതിനെ നിശ്ചിതമായ പ്രവർത്തനം എന്ന് വിളിക്കുന്നു. ഞാനിവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വംശവും ഒരു നിശ്ചിത മാതൃകയിൽ സൂക്ഷ്മതയോടെയും നിയതത്വത്തോടെയും പ്രവർത്തിക്കുന്നു എന്ന വസ്തുതയാണ്. ഏകേന്ദ്രിയ ജീവന്റെ മുകുരങ്ങളാണ് വിത്തുകൾ. പരിണാമ സിദ്ധാന്ത പ്രകാരം ഓരോ വിത്തിലും മാതൃവൃക്ഷത്തിന്റെ നിർമ്മാണ രേഖാരൂപം അടങ്ങിയിട്ടുണ്ട്. ഈ വിത്ത് മുളച്ചു വലുതായി മാതൃവൃക്ഷത്തിന്റെ സകല ഗുണങ്ങളോടും കൂടിയ മറ്റൊരു വൃക്ഷമായി വളരുന്നു. നേരെ മറിച്ച് ഒരു വിത്ത് യഥാസമയം ജലത്തിൻ്റെയോ സൂര്യപ്രകാശത്തിൻ്റെയോ സ്പർശമേൽക്കാതെ മുളയ്ക്കാൻ അനുവദിക്കാതെ സൂക്ഷിക്കുന്നു എന്ന് കരുതുക. ആ വിത്ത് അതിവേഗം ഉണങ്ങി വരളുന്നു. പിന്നീട് അതിൽ ഒരു പുഴുവോ പ്രാണിയോ പ്രത്യക്ഷപ്പെടാം. വിത്തിലടങ്ങിയിരിക്കുന്ന പ്രാണശക്തി വിത്തിനുള്ളിലെ ജലാംശവും പ്രാണവായുവുമായി പ്രതിപ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓരോ വിത്തിനും നിശ്ചിതമായ പരിണാമ പ്രക്രിയയുണ്ട്. ഇത്തരത്തിൽ മാറ്റം സംഭവിച്ച വിത്ത് 2 ഇന്ദ്രിയങ്ങളുള്ള പ്രാണീവർഗത്തിന് നാന്ദി കുറിച്ചു. സ്പർശവും രസജ്ഞതയുമുള്ള പുഴു, കൃമി തുടങ്ങി. ശരീരത്തിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങളുടെയും പരിസ്ഥിതി പ്രമാണങ്ങളും അനുസരിച്ച് ദ്വിദ്രീയ ജീവികളിൽ നിന്ന് 3 ഇന്ദ്രിയങ്ങളുള്ള സ്പർശബോധം, രസജ്ഞത, ഗന്ധഗ്രഹണം, ഉറുമ്പ, തേനീച്ച തുടങ്ങിയ പ്രാണികളുണ്ടായി. മേൽപ്പറഞ്ഞ 2 പ്രാണിവർഗങ്ങൾക്കും കാഴ്ചശക്തിയോ കേൾവിശക്തിയോ ഇല്ല. അടുത്ത ഘട്ടത്തിൽ ജീവികൾക്ക് നയനേന്ദ്രിയം സിദ്ധമായി. പാമ്പുകൾ, ആമ തുടങ്ങിയ ഉഭയചര ജന്തുവർഗ്ഗങ്ങളാണ് ഇതിനുദാഹരണം. ഇവയ്ക്ക് 4 ഇന്ദ്രിയങ്ങളെയുള്ളൂ. പരിണാമ വികാസത്തിന്റെ അടുത്ത ഘട്ടത്തിൽ 5 ഇന്ദ്രിയങ്ങളുള്ള സ്പർശബോധം, രോചകത്വം, ഘ്രാണശക്തി, ശ്രവണശക്തി, കാഴ്ചശക്തി പക്ഷികളും സസ്തനജീവികളും ഉണ്ടായി. 2 കണ്ണുകൾ, 2 കാതുകൾ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഈ 2 കണ്ണുകളും ഈ 2 കാതുകളും പ്രകൃതി കനിഞ്ഞരുളിയിട്ടുണ്ട്. ഇതിൻ്റെ പിറകിലെ രഹസ്യം എന്തായിരിക്കാം? അതുപോലെ കണ്ണുകളും ചെവികളും ശരീരത്തിൻ്റെ ഊർധ്വഭാഗത്താണ്. പരിണാമത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇക്കാര്യവും എൻ്റെ ചിന്താവിഷയമായി. ഈ ജന്തുവിജ്ഞാനീയത്വം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുഴുവിൻ്റെ ശരീരത്തിന് നിശ്ചിതമായ അളവിൽ ദ്രാവകമുണ്ട്. പുഴു ശരീരത്തിൻ്റെ ഉദരം ഉപയോഗപ്പെടുത്തി മുന്നോട്ടിഴയുമ്പോൾ ശരീരത്തിലെ ദ്രാവകം ശരീരത്തിൻ്റെ പുറകോട്ട് തള്ളപ്പെടുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പുഴുവിൻ്റെ ശരീരത്തിനകത്തെ വിസർജന വസ്തുക്കൾ തള്ളപ്പെടുന്നത് പിൻഭാഗത്തിലൂടെയാണ്. കൃമികീടങ്ങളായാലും ഉരകങ്ങളായാലും മറ്റേത് ജീവികളായാലും അവയുടെ ശരീരത്തിൽ പ്രാണശക്തി പ്രാണവായുവിനോടൊപ്പം ചംക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവശക്തി എപ്പോഴും ഒരേ ദിശയിലല്ല ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പ്രദക്ഷിണമായും ചിലപ്പോൾ അപ്രദക്ഷിണവുമായുമാണ് ജീവശക്തിയുടെ ശരീരത്തിലെ പ്രവാഹം. പിതാവിൽ നിന്ന് സിദ്ധമായ ജീവശക്തി വലത്തുഭാഗത്തേക്ക് ഭ്രമണം ചെയ്യുമ്പോൾ മാതാവിൽ നിന്നും ലഭിച്ച ജീവശക്തി ഇടതു ദിശയിലേക്ക് ഭ്രമണം ചെയ്യുന്നു. ഒരു ദിശയിലേക്കുള്ള ജീവശക്തി പ്രവാഹത്തിന്റെ ശക്തി കുറയുമ്പോൾ എതിർ ദിശയിലേക്കുള്ള പ്രവാഹം സ്വയമേവ ശക്തി ആർജിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ശ്വസന പ്രക്രിയ പരിശോധിച്ചാൽ ശ്വാസവും ഉച്ഛ്വാസവും ചിലപ്പോൾ വലത് നാസ്വാര ദ്വാരത്തിലൂടെയും മറ്റു ചില അവസരങ്ങളിൽ ഇടതു നാസാരന്ധ്രത്തിലൂടെയും നടക്കുന്നതായി കാണാം. വിരളമായ അവസരങ്ങളിൽ മേൽപ്പറഞ്ഞ 2 ജീവശക്തികളും തുല്യമായി വരുമ്പോൾ സപ്തനാഡികളിൽ ഒന്നായ സുഷുപ്ന പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ശ്വാസോച്ഛ്വാസം 2 നാസാരന്ധ്രങ്ങളിലൂടെയും നടക്കുകയും ചെയ്യുന്നു. ഇത് മിക്കവാറും ധ്യാന മുഹൂർത്തങ്ങളിലേ സംഭവിക്കാറുള്ളൂ. ഏതു ജീവശരീരത്തിന്റെ കാര്യമെടുത്താലും അതിൽ ജീവശക്തിയുടെ ഭ്രമണത്തോടൊപ്പം വായു, ദ്രവം, താപം എന്നിവയുടെ ചംക്രമണം കൂടി സദാ നടക്കുന്നുവെന്ന് കാണാം. ശരീരത്തിലെ ദഹന പോഷണ പ്രക്രിയകൾക്കിടെ ജീവശക്തിയുടെ ഒരു അംശം ഉച്ഛിഷ്ടമായ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നുണ്ട്. ഘനരൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ശരീരമാലിന്യങ്ങൾ
മലമൂത്രങ്ങളായ ശരീരത്തിന്റെ അധോഭാഗത്തുകൂടി വിസർജിക്കപ്പെടുന്നു. ഊർജം കാന്തിക പ്രഭാവമായ ത്വക്കിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. ശബ്ദവും പ്രകാശവും ശരീരത്തിന്റെ ഊർധ്വഭാഗത്തുകൂടി പുറത്തേക്ക് പ്രസരിക്കുന്നു. പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവയുടെ മുൻഭാഗം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതായി കാണാം. പാമ്പിന്റെ ശിരസ് ശരീരത്തിലെ മുൻഭാഗത്ത് രൂപം കൊണ്ടതിന്റെ പുറകിൽ പ്രകൃതിയുടെ വലിയൊരു തത്വമുണ്ട്. പാമ്പ് പത്തി ഉയർത്തുമ്പോൾ പ്രാണവായുവും ജീവശക്തിയും ശിരസിലേക്ക് പ്രവഹിക്കുന്നു. ഏതു ജീവിയായാലും അതിന്റെ പ്രാണശക്തി മാതാവിന്റെയും പിതാവിന്റെയും പ്രാണശക്തികളുടെ സങ്കലനമാണ്. പിതൃപ്രാണശക്തിയുടെ പ്രവർത്തനം ശക്തമാകുന്ന വലതുഭാഗത്ത് രക്തതാപ വായുക്കളുടെ ചംക്രമണം പ്രദക്ഷിണ രീതിയിലാണ്. ശ്വസനം വലതുനിന്ന് ആസ്വാതന്ത്ര്യത്തിലൂടെ നടക്കുന്നു. ജീവിയുടെ ശരീരത്തിലെ ഇടതുഭാഗത്തിന്റെ പ്രവർത്തനം പ്രബലമാകുമ്പോൾ ശരീരത്തിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഇതേ രീതി അവലംബിക്കുന്നു. ശ്വാസഗതിക്ക് അനുസരിച്ചാണ് ശരീരത്തിൽ മാലിന്യങ്ങളുടെ തേജോ വലയത്തിന്റെ പ്രവാഹം പോലും. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചാൽ ഒരു ജീവിയിൽ മാതൃജീവശക്തിയാണോ പിതൃജീവശക്തിയാണോ പ്രബലമായി നിൽക്കുന്നത് കണ്ടെത്താൻ വിഷമമില്ല. ജീവിയുടെ ശരീരത്തിൽ പിതൃജന്യമായ പ്രാണശക്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ശരീരത്തിന്റെ വലതുഭാഗം സമ്മർദ്ദത്തിന് വിധേയമാകുന്നു. അതുമൂലം ശിരസിന്റെ വലതുഭാഗത്ത് ഒരു കണ്ണും ഒരു ചെവിയും പ്രകാശത്തിന്റെയും ശബ്ദത്തിന്റെയും ബഹിർഗമനത്തിനായി രൂപമെടുക്കുന്നു. ഇടതുവശത്ത് കണ്ണും ചെവിയും ഉണ്ടാകുന്നത് മാതൃജന്യമായ പ്രാണശക്തിയുടെ പ്രവർത്തനത്താലാണ്. ഒരു ശരീരത്തിൽ 2 കണ്ണുകളും 2 ചെവികളും ശബ്ദപ്രകാശങ്ങളുടെ സന്തുലിത പ്രസരണത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഗന്ധവും രസജ്ഞതയും ജീവശരീരത്തിൽ ഉളവാകുന്നതും ജീവകാന്ത തരങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ. രസനയും നാസികയും ശരീരത്തിന്റെ ഊർധ്വഭാഗത്ത് രൂപപ്പെടുന്നതും പ്രകൃതി കൽപ്പിച്ചരുളിയ മാറ്റാനാവാത്ത പരിണാമ നിയമങ്ങളുടെ ഫലമത്രേ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള പരിണാമത്തിനിടയിൽ എവിടെയോ വച്ച് മൃഗങ്ങളുടെ പ്രത്യേകതയായ വാൽ കൊഴിഞ്ഞുപോയി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൽ മൂലപദാർത്ഥങ്ങൾ 7 പാളികളായി അടുക്കപ്പെട്ടിരിക്കുകയാണ്. രസം, രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിവയാണ് 7 മൂലാംശങ്ങൾ. ശരീരത്തിൽ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് സാന്ദ്രതയുടെ കുറവ് മൂലം രക്തത്തിൽ ഒഴുകി നടക്കുന്നു. ശരീരത്തിന്റെ നൈസർഗികമായ മുന്നോട്ടുള്ള ചലനത്തിൽ കൊഴുപ്പ് ശരീരത്തിന്റെ പുറകിൽ ഊർധ്വഭാഗത്തായി സംഭരിക്കപ്പെടുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന കൊഴുപ്പിൽ നിന്ന് അസ്ഥി ഉണ്ടായി. അത് നട്ടെല്ലായി വളർന്നു. നട്ടലുള്ളത് കൊണ്ടാണല്ലോ ശരീരത്തിന് സുഗമമായ അയവുള്ള ചലനം സാധ്യമാകുന്നത്. അസ്ഥിയുടെ ഉള്ളിൽ മജ്ജ വളരുന്നു. ഈ മജ്ജയ്ക്കുള്ളിലാണ് രേതസ് ശേഖരിക്കപ്പെടുന്നത്. ഇതുമൂലമാണ് കശേരുകണ്ഠം ശരീരത്തിന് പിൻഭാഗത്തായി എല്ലാ ജീവജാലങ്ങളിലും രൂപപ്പെടുന്നത്. ഇഴജന്തുക്കളിലും നാൽക്കാലികളിലും ശരീരദ്രവ്യങ്ങൾ ശരീരത്തിന്റെ പുറകുഭാഗത്തേക്ക് തള്ളപ്പെടുന്നു. നട്ടലിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന മജ്ജ ശിരോപരിതലത്തിലേക്ക് കയറി മസ്തിഷ്കമായി വളരുന്നു. തലച്ചോറ് മജ്ജയല്ലാതെ മറ്റൊന്നുമല്ല. ഒരു ജീവിയുടെ പിൻഭാഗം ഇഴയുമ്പോഴോ 4 കാലുകളിൽ ചലിക്കുമ്പോഴോ ഭൂതലത്തോട് സമാന്തരമായിരിക്കുകയും മജ്ജയുടെ ചലനം ശരീരത്തിന്റെ പൃഷ്ഠഭാഗത്ത് തുടരുകയും പുറകുഭാഗത്ത് വാൽ രൂപം കൊള്ളുകയും ചെയ്തു. പരിണാമചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കവേ മൃഗങ്ങൾ 2 കാലിൽ ഗോറില്ലയെയും ചിമ്പാൻസിയെയും പോലെ ചലിക്കാൻ ആരംഭിക്കുകയും നട്ടലിലെ മജ്ജ ശിരസിന്റെ ഉപരിഭാഗത്തേക്ക് മാറ്റപ്പെടുകയും തന്മൂലം വാൽ ചെറുതായി വരികയും ചെയ്തു. ശിരസാകട്ടെ തലച്ചോറിന്റെ വലിപ്പമനുസരിച്ച് വലുതാവുകയും ചെയ്തു. പരിണാമത്തിന്റെ നാൾവഴികൾ വിസ്മയകരമാണ്. ലക്ഷക്കണക്കിന് സംവത്സരങ്ങളിലൂടെ ജീവികൾ ക്രമികമായി ഭൂമുഖത്ത് ജനിക്കുകയും ലൈംഗിക സങ്കരത്തിലൂടെ വിഭിന്ന രൂപങ്ങളിൽ എണ്ണമറ്റ വർഗങ്ങളായി പരിണമിക്കുകയും ചെയ്തു. പരിസ്ഥിതി നിയമങ്ങൾ, ആവശ്യകത, ഭക്ഷണം, യജ്ഞം, നിരന്തര പ്രവർത്തനം എന്നിവയ്ക്കനുസരിച്ച് മൃഗങ്ങൾ അവർക്കനുയോജ്യമായ ശരീരാവയവങ്ങൾ സിദ്ധമായി. 2 വ്യത്യസ്ത വർഗങ്ങളിലെ ജീവികൾ ഇണചേർന്നപ്പോൾ ആകസ്മികമായി പുതിയൊരു വർഗമുണ്ടായി. ഇത്തരം ജനിതക മാറ്റങ്ങൾ സംഭവിച്ചത് അതിദീർഘമായ കാലയളവുകളിലാണെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ പരിണാമ പ്രക്രിയയുടെ ഉച്ചാവസ്ഥയാണ് മനുഷ്യൻ. അങ്ങനെ ആദ്യ മനുഷ്യൻ ഭൂമുഖത്ത് പരിണമിച്ചു. പ്രജനനത്തിലൂടെ അവന് കുടുംബമുണ്ടായി. പ്രാകൃത മനുഷ്യൻ ഗുഹകളിലും നദിക്കരകളിലും മൃഗത്തെ പോലെ ജീവിച്ചു. കൃത്രിമമായ താവളങ്ങളോ ഗുഹകളോ നിർമ്മിക്കാൻ കഴിവില്ലാതിരുന്ന ആദ്യ നാളുകളിൽ പ്രകൃതിയുടെ തല്ലും തലോടലും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ആദി മാതാപിതാക്കൾ നിസ്സഹായതയിൽ പുലർന്നു പോന്നു. പ്രകൃതി വിഭവങ്ങളെ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ യോഗ്യമാക്കി തീർക്കാനുള്ള കഴിവോ ബുദ്ധി വൈഭവമോ അവർക്കില്ലായിരുന്നു. വരൾച്ച, വെള്ളപ്പൊക്കം, ഭൂകമ്പം, കാട്ടുതീ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യവർഗത്തെ ഭൂഖണ്ഡങ്ങളിൽ പല മേഖലകളിലുമായി ഒറ്റപ്പെടുത്തി നിർത്തി. അങ്ങനെ ചിതറിത്തെറിച്ച മനുഷ്യർ തങ്ങളെത്തിപ്പെട്ട ഭൂഭാഗങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും അവിടുത്തെ പരിതസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുകയും ചെയ്തു. യുഗങ്ങൾക്ക് ശേഷം ഭൂമി 5 ഭൂഖണ്ഡങ്ങളായി വേർപിരിഞ്ഞു. ഭൂഖണ്ഡങ്ങൾ വീണ്ടും പിളർന്നു. ഭൂഗോളത്തിന്റെ മധ്യഭാഗത്തിൽ ഉരുകി തിളയ്ക്കുന്ന
ദ്രവശില അഥവാ ലാവയാണ്. ഭൗമകേന്ദ്രത്തിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ ഭൗമോപരിതലത്തിൽ വമ്പിച്ച ആഘാതമുണ്ടാക്കും. ഇവയാണ് വൻ നാശം വിതയ്ക്കുന്ന ഭൂചലനവും അഗ്നിപർവ്വത സ്ഫോടനവും. യുഗങ്ങൾ താണ്ടി നടന്നു വന്ന മനുഷ്യൻ സ്വന്തം ജീവിതത്തെ സുഗമവും സുഖകരവുമാക്കുവാൻ ആയിരക്കണക്കിന് ഉപഭോഗ സാമഗ്രികളെ സൃഷ്ടിച്ചു. ഭാഷകൾ വികസിച്ചു, സംഗീത കലകളുണ്ടായി. പ്രാരംഭത്തിൽ ഒരേ ഒരു മനുഷ്യനെ ഭൂമുഖത്തുണ്ടായിരുന്നുള്ളൂ. ഇന്നോ കോടിക്കണക്കായ ലോകജനത മുഴുവൻ അവന്റെ കൂട്ടുകുടുംബമാണ്. പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചും ജീവജാലങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും വളരെയേറെ കാര്യങ്ങൾ നാം മനസ്സിലാക്കി. പ്രപഞ്ച പരിണാമത്തിന്റെ നാഴികക്കല്ല് സസ്യശ്യാമള കോമളമായ ഈ വസുന്ധരയാണെങ്കിൽ ജീവജാലങ്ങളുടെ പരിണാമത്തിന്റെ പരമോച്ഛാവസ്ഥയാണ് മനുഷ്യൻ. സംഗ്രഹം. ഭൂമിയുടെ ലക്ഷോപലക്ഷം ഗ്രഹോപഗ്രഹങ്ങളുടെയും ഉത്ഭവത്തിനു മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് ഊർജ കണികകളായിരുന്നു. ഊർജ കണികകൾ ഒന്നു ചേർന്ന് അതൊരു ഊർജ മേഖലയായി സ്പന്ദിക്കുവാനും ഭ്രമണം ചെയ്യുവാനും തുടങ്ങിയപ്പോൾ സാന്ദ്രത കൂടിയ മൂലപദാർത്ഥങ്ങൾ അതിൻ്റെ മധ്യത്തിലേക്ക് അടിയുകയും ഭാരം കുറഞ്ഞവ ഉപരിതല ഭാഗത്തേക്ക് വന്നടിയുകയും ചെയ്തു. ഇങ്ങനെയാണ് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും രൂപപ്പെട്ടു വന്നത്. ദ്രാവകം, താപം, വായു, ഊർജം എന്നിവയുടെ ചംക്രമണം ഘനദ്രവ്യത്തിൽ നടന്നപ്പോൾ ജീവനുള്ള കോശങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. സസ്യങ്ങളുടെ വിത്തിൽ നിന്ന് പുഴുക്കളും ഷഡ്പദങ്ങളും ഇഴവർഗ്ഗങ്ങളും ഉടലെടുത്തു. പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിൽ 5 ഇന്ദ്രിയങ്ങളുള്ള മൃഗങ്ങളുണ്ടായി. 2 വ്യത്യസ്ത ജന്തുവർഗ്ഗങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് മനുഷ്യൻ എന്ന വിശേഷ ബുദ്ധിയുള്ള വർഗം ഭൂജാതമായി. ആദ്യ മനുഷ്യൻ ഭൂമുഖത്ത് മൃഗസമാനരായി പ്രകൃതി വിഭവങ്ങൾ മാത്രം ഭക്ഷിച്ച് പ്രാകൃത രീതിയിൽ ജീവിച്ചു. പ്രകൃതി വിഭവങ്ങളെ തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപഭേദം വരുത്തി അതിജീവനത്തിനോ സുഖസൗകര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള നൈസർഗിക വൈഭവങ്ങൾ നമ്മുടെ ആദ്യ പിതാക്കന്മാർക്കുണ്ടായിരുന്നില്ല. ഈ ആധുനിക യുഗത്തിൽ മാനവ സമൂഹം ഒരു കൂട്ടുകുടുംബമാണ്. പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചും മനുഷ്യോൽപത്തിയെക്കുറിച്ചുമുള്ള ജ്ഞാനം ശാസ്ത്രീയ ജീവിത പദ്ധതിയായ കർമ്മയോഗത്തിന്റെ കാതലായ വശങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ വളരെയധികം സഹായിക്കും.